ഹസ്രത്ത് ഗോഹർ ഷാഹി അവറുകളുടെ മാനവരാശിയോടുള്ള വിപ്ലവകരമായ സന്ദേശം. മൗലാന റൂമി പറയുന്നു, ഔലിയാക്കളുമായുള്ള ഒരു നിമിഷത്തെ സഹവാസം 100 വർഷത്തെ ആത്മാർത്ഥമായ ആരാധനയേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ്. ഹദീസ് കുദിസി. അള്ളാഹു പറയുന്നു, ഞാൻ അവന്റെ നാവായിത്തീരും, അതുകൊണ്ട് അവൻ സംസാരിക്കും. ഞാൻ അവന്റെ കൈകളായിത്തീരും, അതുകൊണ്ട് അവൻ പിടിക്കും. അബൂദർ ഗഫാരി പറയുന്നു, മഹ്ശറ ദിനത്തിൽ ജനങ്ങൾ ഔലിയാക്കളെ തിരിച്ചറിയുമ്പോൾ അവർ പറയും, അള്ളാഹുവേ, ഞാൻ വുളൂഹ് ചെയ്യാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. ഉത്തരം വരും, അവനെ ഒഴിവാക്കുക. മറ്റൊരാൾ പറയും, അള്ളാഹുവേ, ഞാൻ അദ്ദേഹത്തിന് ഭക്ഷണവും വസ്ത്രവും നൽകിയിട്ടുണ്ട്. ഉത്തരം വരും, അവനെയും ഒഴിവാക്കുക. ഇങ്ങനെയാണ് എണ്ണമറ്റ മനുഷ്യർ രക്ഷ നേടുന്നത്. ഹദീസ് കുദുസി. അള്ളാഹു പറയുന്നു, ആരാണോ എന്റെ ഔലിയാക്കളോട് ശത്രുത പുലർത്തുന്നത് അവർക്കെതിരെ ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഒരു തവണ തല മുറിച്ചു കളയുന്നതല്ല അള്ളാഹുവിന്റെ യുദ്ധരീതി, മറിച്ച് അവൻ അത്തരം കുറ്റവാളികളുടെ ഈമാൻ മുറിച്ചു കളയുന്നു. അത്തരക്കാർ നരകത്തിലും എന്നേക്കുമായി ഈ ദുരിതം പേറി കഴിയുന്നതാണ്. മൂസാ നബിയോടുള്ള ശത്രുത കാരണമായി വലിയ പണ്ഡിതനും ആരാധകനുമായിരുന്ന ബിലിയം ബൗഊർ നരകത്തിലേക്ക് എറിയപ്പെട്ടതുപോലെ ജനങ്ങൾ പറയുന്നു, ദൈവത്തെ ആരാധനയിലൂടെ കണ്ടെത്താം. എന്നാൽ നാം പ്രഖ്യാപിക്കുന്നു, ദൈവത്തെ കണ്ടെത്തുന്നത് ഹൃദയത്തിലൂടെയാണ്. ആരാധന ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള മാർഗമാണ്. ആരാധന കൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്നും വളരെ അകലെയാണ്. ഞാൻ നോക്കുന്നത് നിങ്ങളുടെ പ്രവൃത്തികളിലേക്കോ രൂപങ്ങളിലേക്കോ അല്ല, മറിച്ച് കൽബുകളിലേക്കും നീയത്തുകളിലേക്കുമാണ്. ഹദീസ്. ഹസ്രത്ത് റിയാസ് അഹമ്മദ് ഗോഹർ ഷാഹി അവറുകളുടെ ദീനിലാഹി എന്ന ഈ ദിവ്യഗ്രന്ഥം ലഭിക്കാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.